മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയരുന്ന സമകാലിക ആരോപണങ്ങൾക്കൊക്കെ അക്കമിട്ട് മറുപടി പറഞ്ഞു. ഒപ്പം ആദ്യം തന്നെ മാധ്യമ വ്യാജ വാർത്തകൾ ചമച്ച് വയനാട്ടിലെ ദുരന്തബാധിതരെ ബാധിക്കുന്ന വിഷയത്തിൽ ഇടപെട്ട നശീകരണ മാധ്യമ പ്രവർത്തനത്തെ അദ്ദേഹം അങ്ങനെയാണ് അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. വ്യാജ വാർത്തകളെയൊക്കെ അക്കമിട്ടും കണക്കുകൾ നിരത്തിയുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതൊന്ന്. രണ്ടാമത്തെ വിഷയം, ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ചമച്ചു മുമ്പോട്ട് പോകുന്ന രീതികൾ ശരിയല്ല. അതിനെതിരെ നിയമ നടപടിയിലേക്ക് പോകേണ്ടത് ആലോചിക്കേണ്ടതുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. അത് ഒരുപക്ഷേ മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു നാന്ദി തന്നെയാണ്. കാരണം ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ചമയ്ക്കുകയും അതിനുശേഷം അത് കടത്തിവിടുകയും അതിനുശേഷം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഒക്കെ വിസ്മരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, രീതികൾ പണ്ട് മുതലേ തന്നെ മാധ്യമങ്ങൾ ചെയ്തു വരുന്നതാണ്. പക്ഷേ അത് ഒരു നിയമ നടപടിയിലേക്ക് പോകുന്ന അർത്ഥത്തിൽ എത്തിയിരുന്നില്ല. പക്ഷേ ഇവിടെ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തബാധിതരെ ബാധിക്കുന്ന തരത്തിൽ, നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ, മലയാളിക്ക് അവമാനം ഉണ്ടാക്കുന്ന തരത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിരത്തി വ്യാജ വാർത്ത ചമച്ച് മുമ്പോട്ട് പോയ രീതിയെ നിയമ നടപടിക്ക് വിധേയമാക്കണം എന്ന നിർണായകമായ കാര്യം കൂടി മുഖ്യമന്ത്രി, ചരിത്രപരമായ കാര്യം കൂടി മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതൊന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, PV അൻവർ MLA ഏറെ നാളുകളായി ഉന്നയിക്കുന്ന ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വരച്ചുകൂട്ടുന്ന വിഷയങ്ങളെയും ഒക്കെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അന്വേഷണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അന്വേഷണം നടക്കുന്ന ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അന്വേഷണം നടക്കുന്നുണ്ട്. പരാതി ആര് തന്നാലും അന്വേഷിക്കും. അതിന്മേലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നീട് PV അൻവർ എന്നത് ഒരു ഇടതുപക്ഷ ചട്ടക്കൂടിൽ നിലനിൽക്കുന്ന MLA എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട പക്വത കാട്ടിയിട്ടില്ല എന്ന കാര്യവും അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. ഒപ്പം പോലീസിൻ്റെ വീര്യത്തെ, അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിലുള്ള വീര്യത്തെ കെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. കാരണം സ്വർണത്തിൻ്റെ തൂക്കം പിടിച്ചതിൽ നിന്ന് കുറയുന്നു എന്നൊരു ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ വസ്തുത എന്താണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇങ്ങനെ രണ്ട് വിഷയങ്ങളിലുമുള്ള വിശദമായ മറുപടികളാണ് അദ്ദേഹം നൽകിയത്. ഒപ്പം അന്തരിച്ച MM ലോറൻസിന് അനുശോചനവും സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, രണ്ട് ഘട്ടമാണ്. ആദ്യം വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത് PV അൻവറും ചില മാധ്യമങ്ങളും ഒക്കെ ഉയർത്തുന്ന ചില വിഷയങ്ങളുള്ള മറുപടി. ആദ്യം നമുക്ക് വ്യാജ വാർത്ത നിർമ്മിച്ച നടപടികളിലേക്ക്, അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളിലേക്കൊക്കെ പോകാം. എന്താണ് അതേ സംബന്ധിച്ച് പറഞ്ഞത്, നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങളിൽ? തീർച്ചയായും അജിംഷാദ്, ഏതായാലും വാർത്താ സമ്മേളനം, അതായത് വിശദമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു തന്നെയാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഇതിൽ ആദ്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞത്, കാരണം വിശദമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ മെമ്മോറാണ്ടം, ആ മെമ്മോറാണ്ടം സംബന്ധിച്ച് ഒരു വ്യാജ വാർത്ത പ്രചരിച്ചു. അതിൻ്റെ ഒരു പശ്ചാത്തലം, അത് ഏത് രീതിയിൽ സംസ്ഥാനത്തെ ബാധിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞത്, മാധ്യമപ്രവർത്തനം അതിൻ്റെ സ്വഭാവം കഴിഞ്ഞിരിക്കുന്നു, അധപതനത്തിലേക്ക് മാധ്യമ പ്രവർത്തനം പോയിരിക്കുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. കാരണം ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തിയ പ്രചരണം, അത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദുരന്ത ഭൂമിയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ വലിയ തോതിൽ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ഒരു കൂട്ടായ പരിശ്രമം തന്നെയാണ് അതിന് പിന്നിൽ ഉണ്ടായത്. പക്ഷേ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ നേടിയെടുക്കേണ്ട സഹായമുണ്ട്. വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനായി അത്തരത്തിലുള്ള ഒരു നീക്കം നിലവിലുള്ള സഹായവുമായി, അതായത് നിലവിൽ ഇതുവരെയായി കേന്ദ്രം ഒരു തരത്തിലുള്ള സഹായവും നൽകിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും അതിൽ ഷീജ, ഇനി നമുക്കിതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ, ADGP MR അജിത് കുമാറിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അതേ സംബന്ധിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചത്, ഒപ്പം അൻവർ നടത്തിയ ചില അപക്വമായ നീക്കങ്ങൾ, അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്നത് പോലെ ഉൾപാർട്ടി ജനാധിപത്യം, അതിൽ ഉള്ളിൽ അത് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യമായി പത്രസമ്മേളനം ആവർത്തിച്ച് നടത്തുന്ന രീതി, ഇങ്ങനെ സമഗ്രമായി അതേ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പരാതി തന്നു എന്ന നിലയ്ക്ക് കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. അതിൽ
ഒരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല. മുഖ്യമന്ത്രി അസന്നിഗ്ധമായി നിലപാടുകൾ വ്യക്തമാക്കി. ആ വിഷയത്തെ സംബന്ധിച്ചുകൂടി തീർച്ചയായും അജിംഷാദ്, ഏതായാലും ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ നിലപാട് അദ്ദേഹം പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞു. മാധ്യമ പ്രവർത്തനം അധപ്പതിച്ചു പോകുന്ന അതൊരു നശീകരണ പ്രവർത്തനമായി മാറുന്നതാണ് നമുക്ക് ഈ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ കാണാൻ സാധിച്ചത്. അദ്ദേഹം നിരവധി ഉദാഹരണങ്ങൾ ഇപ്പോൾ മാത്രമല്ല മാധ്യമങ്ങൾ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമായിട്ടാണ് അദ്ദേഹം കെവിൻ കേസും അതോടൊപ്പം തന്നെ ഓമനക്കുട്ടന്റെ സംഭവവും വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഉദാഹരണമായി സൂചിപ്പിച്ചു. അതിൽ കൃത്യമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് മെമ്മോറാണ്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് വേണമായിരുന്നെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ തിരക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിൽ അതിന്റെ വസ്തുത തിരക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ടയാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യമാണ്. ആ അജണ്ട കൃത്യമായ രീതിയിൽ പരിശോധിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിയമ നടപടിയിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരു പ്രവർത്തനം അത് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാണ്. പ്രത്യേകിച്ചും വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കേണ്ട കേന്ദ്ര സഹായത്തിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി മാറുകയാണ് ഈ നടന്ന ഒരു വ്യാജ പ്രചരണം എന്ന് പറയുന്നത്. അത് പ്രതിപക്ഷവും ഏറ്റുപിടിക്കുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന് കൃത്യമായിട്ട് അറിയാം ഏത് രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതെന്ന്. പക്ഷേ അവർ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ സഹായങ്ങൾ പല കോണിൽ നിന്നായി ലഭിക്കുന്നു. ഇത് വലിയ തോതിൽ അവരെ അസ്വസ്ഥരാക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ, വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശന നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വയനാട് മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ വാർത്താ വിഷയത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. മറ്റൊരു വിഷയം PV അൻവർ ഉന്നയിച്ച ആരോപണമാണ് അജിംഷാദ്. ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ പറഞ്ഞു. അൻവറിന്റെ പരാതിയിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ശരി ഷീജ, നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി എത്താം.